രചന ഫാത്തിമ എസ്. കണിമംഗലം തറവാട് ഉണർന്നിരിക്കുന്നു. ഇന്ന് അവൾ വരികയാണ്. കേശവൻ നായരും ഉണ്ണി നായരും എല്ലാം തിടുക്കത്തിൽ ഓരോന്ന് ചെയ്യുന്നുണ്ട്. കേശവൻ നായർ കാര്യസ്ഥനായ സദാശിവനോട് ചോദിച്ചു, എപ്പോഴാ വരികയെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നീ മറന്നോ? എല്ലാ എളുപ്പത്തിൽ മറന്നുപോകുന്ന ഒരാളാണ് സദാശിവൻ. അയാൾക്ക് മറവി രോഗമുണ്ട്. എന്നാലും അയാളുടെ പരമ്പര മുഴുവൻ കണിമംഗലത്തെ കാര്യസ്ഥന്മാരായിരുന്നു. കണിമംഗലം പേരുകേട്ട തറവാട് പണത്തിനും പ്രതാപത്തിനും മുമ്പിൽ നിൽക്കുന്ന ഒന്നായിരുന്നു. ഇപ്പോൾ അവിടെയുള്ളത് കേശവൻ നായരും ഉണ്ണി നായരുമാണ്. അവരുടെ ജ്യേഷ്ഠനായിരുന്നു കൃഷ്ണൻകുട്ടി നായർ. കൃഷ്ണൻകുട്ടി നായരും ഭാര്യയും മകളുമായി അമ്പലദർശനത്തിന് പോവുകയും ഒരു അപകടത്തിൽപ്പെട്ട് അവർ മരണപ്പെടുകയും ചെയ്തു. എന്നാലന്ന് ആ അപകടങ്ങളിൽ നിന്ന് ഒരു 5 വയസ്സുകാരി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം അവളെ അവളുടെ അമ്മമ്മ UK കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇന്ന് അവൾ വളർന്നിരിക്കുന്നു. അവൾക്ക് പ്രായം 24ആയി. അവളുടെ പേരാണ് കണ്ണകി. ഞാൻ എയർപോർട്ടിൽ വണ്ടി അയച്ചിട്ടുണ്ട് അമ്മാനെ. എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ നോയിക്കോ, ഞാൻ നിന്നെ. ഇല്ല തമ്പുരാനെ, ഞാൻ വണ്ടി അയച്ചിട്ടുണ്ട്. കേശവൻ നായർ ഇരുത്തിമൂളിയ ശേഷം അകത്തേക്ക് പോയി. കേശവൻ നായർ അല്പം കർക്കശ സ്വഭാവമുള്ള ആളാണെങ്കിലും ഉണ്ണി നായർ അങ്ങനെയല്ലായിരുന്നു. അയാൾ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. കണ്ണകി അവൾ ഇന്ന് വരുന്നതിന്റെ ഉദ്ദേശം അച്ചമ്മയായ നങ്ങേലി മുത്തശ്ശിയുടെ സപ്തതിയാണ്. അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് അവൾ വരുന്നത്. ഒരു ബ്ലാക്ക് കളറുള്ള ബെൻസ് കാർ റോഡിലൂടെ അതിവേഗം വരികയായിരുന്നു. അപ്പോഴാണ് റോഡിന് മധ്യേ കുറെ പോത്തുകൾ ലക്ഷ്യമില്ലാതെ നിൽക്കുന്നു. കാറിനകത്തിരുന്ന ഒരാൾ ഹോൺ അടിച്ച് തകർക്കുന്നുണ്ട്. എന്നാൽ ഒരു 5 മിനിറ്റ് വരെ ഒരു അനക്കവും ഉണ്ടായില്ല. പുറകിലെ ഡോർ തുറന്ന് ഡ്രൈവർ എന്ന് തോന്നിക്കുന്ന ആൾ പോത്തുകൾ ഓടിക്കാനുള്ള ശ്രമം നടത്തുന്നെങ്കിലും അവ അനങ്ങുന്ന ലക്ഷണമില്ല. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ ഹോൺ നീട്ടി അടിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം എതിർവശത്ത് ഒരു ഓലമേഞ്ഞ ചായക്കടയിൽ നിന്നും ഒരു വലിയ കമ്പും മുഖത്തൊരുലോട് പുച്ഛവുമായ ഒരു ചെറുപ്പക്കാരെ ഇറങ്ങി വന്നു. അവനെ കണ്ടതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി ഒരു വെളുത്ത കാല് പുറത്തു വരുന്ന കണ്ടതും അല്പം സംശയപാത്തിൽ അവൻ നോക്കി. ആ ചായക്കടയുടെ ബെഞ്ചിലിരുന്നവരുടെ വായും താനെ തുറന്നു വന്നു. കണ്ണകി ബ്ലാക്ക് ഷോർട്സ്, ഒരു ക്രോപ്പ് ടോപ്പാണ് വേഷം. തലയിൽ ഒരു തൊപ്പിയും വെച്ചിട്ടുണ്ട്. ആൾ വണ്ടിയിൽ നിന്നിറങ്ങി അവനോടായി ചോദിച്ചു, ഹേയ്, ആർ യു ബ്ലൈൻഡ്? കൻ യു സീ? അവനെ എന്തോ എന്ന ഭാഗത്തിലൊന്ന് പുരികമേറ്റി അവള് നോക്കി. എടോ, താൻ പൊട്ടനാണോ? താൻ കേട്ടില്ലേ ഞാൻ ഇത്രയും ഹോണടിച്ച്? മനുഷ്യർ പോകുന്ന വഴിയിലാണോ താൻ ഈ ജീവികളെ കൊണ്ടിട്ട് കളിപ്പിക്കുന്നേ? അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അവനും വിട്ടുകൊടുത്തില്ല. അവൾ അടിമുടിയെ നോക്കിയ ശേഷം അവൻ അവളോട് ചോദിച്ചു, അപ്പം മദാമിക്ക് മലയാളമൊക്കെ അറിയാം. അതൊക്കെ പോട്ടെ, നീ എന്താ വേണേ തുണിയെടുക്കാതെ ഇങ്ങനെ ഇറങ്ങിയെടുക്കുന്നത്? അതോ കാറിലായോണ്ടത് വേണ്ടാന്ന് വെച്ചാണോ? അവനൊരു പുച്ഛഭാവത്തിൽ അവളോട് ചോദിച്ചു. പുറകെ നിൽക്കുന്ന ഒരുവൻ അനുവിളിച്ചു, ഏയ് കാരണം വേണ്ട, എവിടുത്തെ ഏതോ വലിയ വീട്ടിലെ പെണ്ണാണ്, വീട്ടുകളാ. നീ ഒന്നും ചുമ്മാതിരിക്കും സതീഷേ. അവൻ കയ്യിലിരുന്ന കമ്പുകൊണ്ട് വാ തുറന്നിരിക്കുന്ന ഒരു വൃദ്ധന്റെ വാടച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം എൻ്റെ മോള് പോയി നല്ലവണ്ണം തുണിയെടുത്ത് ചേട്ടനോട് വന്ന് സംസാരിക്കേട്ടോ. ഇതൊരു ഗ്രാമമാണ്. ഇവിടെ ഇങ്ങനെയുള്ള കോലങ്ങൾ കണ്ടാലേ അത്ര നല്ലതല്ല. പിന്നെ നിന്റെ ഹോണടിയിൽ മാറിയിക്കാൻ നിന്റെ താളത്തിനുള്ളുന്നവരല്ല എൻ്റെ മക്കളാ. അവര് ഞാൻ പറയുന്നേ കേൾക്കൂ, ഞാൻ പറയുന്ന അനുസരിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ചുണ്ടുകൾ തമ്മിൽ പാതി അകത്തോട്ടാക്കി ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അത് കേട്ട പാടെ അവറ്റകൾ മാറാൻ തുടങ്ങി. കർണൻ തിരിഞ്ഞെന്ന് അവളോട് പറഞ്ഞു, ഇനി എൻ്റെ മോള് പോയാട്ടെ. അവൻ തിരിഞ്ഞു പോവാൻ തുടങ്ങിയതും അവൾ ചെറുതായി ചൂണ്ടനക്കിക്കൊണ്ട് പറഞ്ഞു, ബാസ്റ്റഡ്. അവൻ തിരിഞ്ഞുകൊണ്ടൊരു വികാരമില്ലാതെ പറഞ്ഞു, അതെ, അത് ഞാനാണ് എന്ന് പറഞ്ഞ അവൻ കയ്യിലെ വലിയ വടി കൊണ്ട് പോത്തുകളെ നയിച്ചു കൊണ്ടുപോയി. ഉടനെ അവളും കാറെടുത്ത് പുറകെ പോയി. അവൻ്റെ അടുത്തെത്താറായപ്പോൾ അവൾ പറഞ്ഞു, ആ ബെല്ലായി, ഞാൻ ആരാണ് നിന്നെ കാണിച്ചു തരാം. വാശിയോട് അവൾ പറഞ്ഞു. അതോടെ അവൻ പറഞ്ഞു, അയ്യോ വേണ്ടായി, അതൊക്കെ കാണിക്കേണ്ടവരെ മാത്രം കാണിക്കേണ്ട സമയത്ത് കാണിച്ചാൽ മതി. വെറുതെ പോത്തുകൾക്ക് കൺട്രോൾ ഇല്ലാതെ കുടുംബത്തീ പോച്ചേ. അന്നേരം കണ്ണയ്ക്ക് ഭൂമി പിളർന്നങ്ങ് താഴോട്ട് പോയാൽ മതിയെന്നായിരുന്നു. അവൾ മെല്ലെ കാറിന്റെ വിൻഡോ ഗ്ലാസ് ഉയർത്തി വണ്ടി വിട്ടുപോയി. കർണൻ 2 കൈയും മുകളിലേക്ക് ഉയർത്തി. ഇത് എന്തിന്റെ കുഞ്ഞാണ് എന്തോ. അവൻ ഊറി ചിരിച്ചുപോയി. കണ്ണകി തറവാട്ടിലെത്തിയതും എല്ലാവരും അവളെ വരവേൽക്കാനുണ്ടായിരുന്നു. ചെറിയമ്മമാരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും അച്ഛമ്മയും കാര്യസ്ഥനെയും ഒക്കെ കണ്ടു. ശേഷം അവൾക്കായി തയ്യാറാക്കിയ മുകളിലത്തെ മുറിയിൽ ചെന്നു. ആ വലിയ തടി കൊണ്ടുണ്ടാക്കിയ കട്ടിൽ നിന്നുകൊണ്ട് തൊപ്പി ഊരിയ ശേഷം മലർന്നു കിടന്ന് അവളുടെ നീണ്ടു നിവർന്ന മുടിയൊന്ന് അഴിച്ചുകൊണ്ട് യഥാർത്ഥ സ്ഥലത്ത് വന്ന് കിടന്നു. അരക്കേറ്റം വരെ മുടിയുള്ളതുകൊണ്ടാണ് വാരിക്കെട്ടി ഒതുക്കിയ ഒരു ബനാന ക്ലിപ്പിട്ട് വെച്ചിരിക്കുന്നത് തന്നെ. ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല തനിക്ക് ഇത്രയ്ക്കും മുടിയുള്ള കാര്യം. UK വെച്ച് അമ്മമ്മയ്ക്ക് ഏറ്റവും നിർബന്ധമുള്ള കാര്യം മുടിയെ നന്നായിട്ട് പരിപാലിക്കുക എന്നതായിരുന്നു. അവൾ മെല്ലെ ഉറങ്ങാൻ തുടങ്ങി. യാത്രാക്ഷീണം അവളുടെ കണ്ണുകളെ തളർത്തി. നല്ലൊരു ഉറക്കത്തിന് ശേഷം ഒരു പ്രത്യേക ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടിണീറ്റ്. ചുണ്ടുകൾ തമ്മിൽ അകത്തോട്ട് വെച്ചുകൊണ്ടുണ്ടാകുന്ന ശബ്ദം. ഇതാരാണെന്നറിയാൻ അവൾ എണീറ്റ് ബാൽക്കണിയിൽ നിന്ന് നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു കർണൻ. അവൻ പോത്തുകൾ നോക്കിയായിരുന്നു.
അവർക്കായി അവൻ കാളമുണ്ടം വെട്ടിയിട്ടുകൊണ്ട് അവരോട് അവൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വെട്ടിയിട്ട കാളമുണ്ടം എല്ലാ പോത്തുകൾക്കും ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു. ഓനെ അവൻ തിരിഞ്ഞു നോക്കി. അമ്മയാണ്. നേരിയതും മുണ്ടുമാണ് വേഷം. അവരുടെ കണ്ണുകൾ അവശ്യതയെ വിളിച്ചു പറയുന്നുണ്ട്. മുടിയിഴകളിൽ നരബാധിച്ചിട്ടുണ്ട്. കർണൻ അമ്മയുടെ വിളിയേട്ട് അമ്മയുടെ അടുത്ത് വന്നിരുന്നു. അവൻ അമ്മയോടായി പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? കാലു വയ്യാത്ത കാര്യം മറന്നുപോയോ? അവൻ വാത്സല്യത്തോടെ പറഞ്ഞു. മോനെ, അമ്മ അതിനാ മോൻ്റെ അടുത്ത് വന്ന് ഒന്ന് കുഴമ്പ് തേച്ചാടാ കണ്ണ. അവൻ പുഞ്ചിരിയോടെ അമ്മ കൊണ്ടുവന്ന കുപ്പി വാങ്ങി അമ്മയെ കസേരയിൽ തേച്ചു കൊടുത്തു. ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് മുകളിലേക്ക് ഉണ്ണിനായരുടെ ഭാര്യ സുധ കടന്നു വന്നത്. കർണനെയും അമ്മയും നോക്കി നിൽക്കുന്ന അവിടെ അടുത്ത് വന്നു നിന്നിട്ട് ചോദിച്ചു, മോളെന്താ ഈ നോക്കുന്നേ? അല്ല ചെറിയമ്മേ, ആരാ അവര്? പുച്ഛത്തോടെ അവർ പറഞ്ഞു. ഓ, അത് നിന്റെ അമ്മായിട്ട് വരും മോളെ. പക്ഷേ പറഞ്ഞിട്ടെന്താ, ഏതോ ഒരു ജാതിയിൽ താഴ്ന്നവനായിട്ട് പ്രേമിക്കുകയും ആ കർണനെ വയറ്റിലായ ശേഷം അവൻ മുങ്ങിക്കളയും ചെയ്തു. അതുകൊണ്ട് തന്നെ കോലോത്തുനിന്ന് അവളെ അവിടെ വയറ്റിക്കിടന്ന കുഞ്ഞിനെയും ചവിട്ടി പുറത്താക്കി പിണ്ടം വെച്ചു. ആ കർണം മിടുക്കനാ, കാണാനും യോഗ്യതയുള്ളവനാ. കണ്ട ഏതോ പ്രമാണിയുടെ മകനാണെന്നേ തോന്നുള്ളൂ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? അവന് തന്നെ അറിയില്ല അവൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം. അവൻ്റെ അമ്മ സാവിത്രി അവനോട് അതിനുള്ള മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, മോനെ, സാക്ഷാൽ കർണൻ സൂര്യപുത്രനാണ്. അതുപോലെയാണ് എൻ്റെ കർണ നീയും സൂര്യപുത്രനാണെന്ന്. അത്രയും പറയുമ്പോൾ സുധയുടെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു. കണ്ണകി അവളുടെ നോട്ടം അതുവരെയും കർണനിൽ തന്നെയായിരുന്നു. അവൻ്റെ അമ്മയോടുള്ള പെരുമാറ്റം അവളുടെ മുഖത്തൊരു പ്രസരിപ്പുളവാക്കി. സുധ തുടർന്നു, മോളിങ്ങ് പോരി, എന്തിനാ അവറ്റകളേക്ക് നോക്കിക്കുന്നത്? വാ, വൈകുന്നേരം ആകുമ്പോഴേക്ക് റെഡിയായി നിൽക്കണം കേട്ടോ. അമ്പലത്തിൽ പോകാനുള്ളതാ. ഇന്ന് മോളെ കൊണ്ടൊരു ചുറ്റുവിളക്ക് തെളിയിക്കാൻ അച്ഛമ്മ നേർന്നിട്ടുണ്ട്. അവർ പറഞ്ഞു നിർത്തി. അവൾ വരാമെന്ന് തലയാട്ടി. സുധ മെല്ലെ പറഞ്ഞു, മോളെ, നമ്മുടെ നാടൻ വേഷം മതി കേട്ടോ. സുധ അവൾക്കൊരു കവർ നൽകി താഴോട്ട് പടവുകൾ ഇറങ്ങിപ്പോയി. വൈകുന്നേരം ആയപ്പോഴേക്കും കണ്ണകി താഴെ ഇറങ്ങി വന്നു. അവൾ കടുനീല നിറത്തിലുള്ള ധാവണിയാണ് ധരിച്ചിരുന്നത്. മുടി അഴിച്ചിട്ടൊരു കുഞ്ഞ് പൊട്ടും തൊട്ടു. അവളെ കണ്ടതും എല്ലാവരും ഒന്ന് അത്ഭുതത്തോടെയും വിടുന്ന കണ്ണുകളോടെയും പരസ്പരം നോക്കി. അവൾ ഓടി വന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. മുത്തശ്ശി, എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? അവൾ ആവേശത്തോടെ ചോദിച്ചു. നന്നായിട്ടുണ്ട് കുട്ടിയെ, മുത്തശ്ശി പറഞ്ഞു. ശേഷം അമ്പലത്തിലേക്ക് പോയി. കൂടെ സുധ ചെറിയമ്മയും ഹരിത ചെറിയമ്മയും ഉണ്ടായിരുന്നു. അന്ന് വിശേഷ ദിവസമായതിനാൽ നിറയെ ആളുകളുണ്ടായിരുന്നു. അവൾക്ക് ചുറ്റും വിളക്കെത്തിക്കുന്ന വിധം ചെറിയമ്മമാർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. മോളെ, ഞങ്ങളൊന്ന് തൊഴുതു വരാം, മോള് കത്തിച്ചു എന്നും പറഞ്ഞ് ഇളയമ്മമാർ പോയി. ചുറ്റുവിളക്ക് കത്തിച്ചുകൊണ്ട് മുടി അഴിച്ചിട്ട് നിൽക്കുന്ന പെൺകുട്ടിയെ തൊഴാൻ വന്ന ഒരു ജോഡി കണ്ണുകൾ ഉടക്കി നിന്നിരുന്നു. അവൻ ആ ദീപങ്ങളുടെ പ്രഭയിൽ അവളുടെ മുഖം കണ്ടു. ഇത് നമ്മുടെ മദാമയല്ലേ? അവൻ കണ്ണുകളെ ഒഴിഞ്ഞു. എന്നിട്ട് വീണ്ടും നോക്കി. അത് തന്നെ, മദാമ. പക്ഷെ അവൻ അത്ഭുതം തോന്നിയത് അവളുടെ പിന്നിൽ അഴിഞ്ഞ അനുസരണയോടെ കിടക്കുന്ന ആ മുടിയിഴകളെ കണ്ടിട്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൾക്ക് ഇത്രയും മുടിയുണ്ടായിരുന്നു എന്ന് തോന്നിയില്ല. അവൾ തൊപ്പി വെച്ചിരുന്നുകൊണ്ട് കാണാത്തായിരിക്കുമെന്ന് അവൻ മനസ്സിലോർത്തു. എന്നാൽ അവനിലൊരു സംശയം ഉത്ഭവിച്ചു. വിഗൊക്കെയുള്ള കാലമല്ലേ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളയാൻ അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ശേഷം അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ഗോപികുമാരോട് കത്തി വെച്ചുകൊണ്ട് ചുറ്റുവിളക്ക് കത്തിക്കുന്നവരുടെ പുറകിലോട് വന്ന് മുടികളിൽ വലിച്ചു. അമ്മേ! അവൾ പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി. കർണന് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അവളുടെ നോട്ടത്തിൽ അലിഞ്ഞുപോയി. അവൻ വാക്കുകൾക്ക് വേണ്ടി പരതി. അത് പിന്നെ ഞാൻ... കണ്ണകി തിരിഞ്ഞപ്പോൾ നിൽക്കുന്ന ആളിനെ കണ്ടത് ഞെട്ടി. കാരണം അവൾ അവനിൽ നിന്ന് അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ ചോദിച്ചു, ബെല്ലാരിയോ? തനിക്ക് എന്താണോ കുഴപ്പം? താനെന്തിനാണോ എന്നെ മുടി പിടിച്ച് വലിച്ച്? വാക്കുകൾക്ക് വേണ്ടി പരതുന്നവനെ കണ്ടതും അവളിൽ ഒരു സംശയഭാവം ഉത്ഭവിച്ചു. പിന്നെ ഞാൻ... താഴെ ഊർന്നു വീണ മുല്ലപ്പൂവിലേക്കാണ് അവന് നോട്ടം ചെന്നെത്തിയത്. അവൻ പറഞ്ഞു, ദാ ഇത് തരാനാ എന്നും പറഞ്ഞ് മുല്ലപ്പൂവെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളത് മടിച്ചിട്ടാണെങ്കിലും വാങ്ങി തലയിൽ വെക്കാൻ നേരമാണ് സുധയും ഹരിതയും വന്ന്. എടാ! അവരുടെ വിളിയിൽ അവനൊന്ന് കൂർത്തു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ നീ കണിമംഗലത്തെ കുട്ടിക്ക് പൂ കൊടുക്കുന്നേ? സുധ അരിശത്തോടെ പറഞ്ഞു. അവർ ഓടി വന്ന് ആ പൂവ് വാങ്ങി അവന്റെ മുമ്പിലിട്ട് കൊടുത്തു. അവനോട് പറഞ്ഞു, കണ്ണകിയുടെ ചെറിയച്ചമാരെ അറിഞ്ഞ എന്താവും അറിയ നിനക്ക്? അവർ തലയെടുപ്പോടെ അവനോട് പറഞ്ഞു. എന്താവാൻ? അവന്റെ സ്വരം ഉറച്ചതായിരുന്നു. ഇത് അമ്പലാണ്, ഇവിടെ ഭഗവാനെ കാണാനാണ് എല്ലാവരും വരുന്നത്. ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. കൊച്ചന്മാര് പോയട്ടെ, അവൻ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി. പിന്നെ അവരൊന്നും പറയാതെ കണ്ണകിയെ വിളിച്ചുകൊണ്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി. കർണന്റെ അധരങ്ങളിൽ ആ പേര് മൊഴിഞ്ഞു, കണ്ണകി. ശരിയാണ്, അവൾ കണ്ണകി തന്നെയാണ്. അവിടെ ആ നോട്ടം, അതിലുണ്ട് ആരെയും ഭസ്മമാക്കാനുള്ള കഴിവ്. എല്ലാവരും അമ്പലത്തിൽ പോയ ശേഷം അവിടെ കേശവനാരും അയാളുടെ കയ്യാൾ രംഗയും ഉണ്ടായിരുന്നു. എല്ലാവരും പോയില്ലേ? ഉവ്വേമാനെ,
ആ പോട്ടെ. ഇന്ന് ഈ വീട്ടിൽ തിരിച്ചു വരുമ്പോ എല്ലാവരുടെയും ചെവിയിലെത്തുന്ന വാർത്ത കണ്ണകിയുടെ മരണവാർത്തയായിരിക്കണം. അയാൾ ഉറക്കെ ചിരിച്ചു. അയാൾ അതീവ ദേഷ്യത്തോട് രംഗയോട് പറഞ്ഞു, ചേട്ടൻ വാണിരുന്ന കാലത്ത് ഞാൻ അയാൾക്ക് അടിമയായിരുന്നു. അങ്ങനെയാ അയാളെ ഈ കുടുംബത്തെ അങ്ങ് പരലോകത്തേക്ക് അയക്കാന്ന് വെച്ചത്. അതിലും ഒന്നിനെ ബാക്കി വെച്ചു. വിവരം വയ്ക്കും മുന്നേ അതിനെയും പരലോകത്തേക്ക് പറഞ്ഞുവിടാന്ന് വെച്ചപ്പോ ആ തള്ള ഇവിളെയും കൊണ്ട് നാട് വിട്ടത്. അയാൾ മുഷ്ടിയുരുട്ടി പല്ലടിച്ചുകൊണ്ട് കോവിലകത്തെ മരത്തിന്റെ തൂണിൽ ആഞ്ഞിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, അവളുടെ തുണിയിൽ എളുപ്പം തീ ആളിപ്പിടിക്കും. അതിനുള്ള സൂത്രമൊക്കെ ആ തുണിയിൽ നിന്റെ ഏമാൻ ചെയ്തിട്ടുണ്ടടാ രംഗ. അയാൾ എരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഏമാ വിഷമിക്കണ്ട, ഇന്ന് അവിടെ പണിയാൻ തീർക്കുന്നുണ്ട്, രംഗ പറഞ്ഞു. ചുറ്റും വിളക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണകിയുടെ അടുത്ത് ആരും കാണാതെ വന്ന് അവളുടെ ധാവണിയിൽ അല്പം തീ പടർത്തിയിട്ട് രംഗ ഓടിക്കളഞ്ഞു. എന്നാൽ രംഗ ഓടി വന്നിരിച്ച കർണന്റെ മേലെയായിരുന്നു. തനിക്കൊന്ന് നോക്കിയിടുന്നൂടെ? അവൻ ദേഷ്യപ്പെട്ടു. കയ്യിലെ പ്രസാദം താഴെ വീണതിനാൽ എടുക്കാൻ കുനിഞ്ഞപ്പോഴാണ് അവനൊരു അലറിവിളിയും സ്ത്രീകളുടെ ചിതറിയോട്ടവും അവന്റെ കാതുകളിൽ എത്തിയത്. എന്താണെന്നറിയാൻ നോക്കിയപ്പോഴാണ് കണ്ണകി കിടന്ന് നിലവിളിക്കുന്നത്. അവളുടെ ധാവണി മൊത്തം തീ കത്തിപ്പിടിച്ചിരിക്കുന്നു. അവൾ അലറി വിളിക്കുന്നുണ്ട്. കർണൻ ഓടി അവിടെ അടുത്തിയെന്നു. എന്നിട്ട് അവിടെ ദുപ്പട്ട വലിച്ച് ദൂരെ എറിഞ്ഞു കളഞ്ഞു. അപ്പോഴേക്ക് ആളുകൾ കൂടിയിരുന്നു. പേടിയോടെ നിൽക്കുന്നവരെ പലരും നോക്കുകയും അവിടെ വടിപൊത്ത വെളുത്ത ശരീരവും വയറും ആ വയറ്റിൽ ഭംഗി കൂട്ടാനെന്ന വേണം ഒരു കുഞ്ഞു പൊക്കിളും കൂടെ ആയപ്പോൾ ചെറുപ്പക്കാരെല്ലാം അവിടെ ആകാരഭംഗി ഫോണിൽ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കണ്ണകി തന്റെ കൈകൾ കൊണ്ട് തന്റെ മാറിടം പൊത്തിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുപോയി. കർണൻ ആദ്യം ഓടി വന്ന് വീഡിയോ എടുക്കുന്നവരിട്ട് ഒരു തൊഴി കൊടുത്തു. അവൻ ദൂരേക്ക് തെറിച്ചു വീണു. ശേഷം അവൾക്ക് നേരെ ചെന്ന് അവന്റെ മുണ്ടൂരി അവളെ പുതപ്പിച്ചു. എന്നിട്ട് കാണികളായ നാട്ടുകാരോട് അവൻ ചോദിച്ചു, നിന്റെയൊക്കെ അമ്മയും പെങ്ങന്മാരായിരുന്നാലും ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തോണം എടാ എന്നും പറഞ്ഞ് അവനോടൊന്ന് പോയി. അപ്പോഴേക്കും ചെറിയമ്മമാരവിടെ എത്തിയിരുന്നു. തുടവരെയുള്ള വെളുത്ത അടിവസ്ത്രമിട്ട് തലയെടുപ്പോടെ നടന്നു പോകുന്നവനെ കാണുമ്പോൾ അവിടെ പേരറിയാത്തൊരു വികാരം മുട്ടിട്ടിരുന്നു. തറവാട്ടിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചും ദുഃഖം പ്രകടിപ്പിച്ചും കേശവൻ നായരായിരുന്നു. എന്നാലും എന്റെ കുട്ടിക്ക് ഇത് പറ്റിയല്ലോ എന്റെ പരദേവതകളെ. അയാൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും പറ്റിയില്ല ചെറിയച്ച, അവൾ സങ്കടം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവൾ മുറിയിലേക്ക് പോയി. അവൾ ഓർക്കുകയായിരുന്നു ആ സംഭവങ്ങൾ. ധാവണി വലിച്ചു നേരം അവന്റെ കരം അവളുടെ വയറിൽ പതിഞ്ഞിരുന്നു. ഓരോന്നോർത്ത് കട്ടിൽ കിടക്കുന്ന അവൻ ചുറ്റിക്കൊടുത്ത മുണ്ടെടുത്തുനിന്ന് മൃദുവായി തലോടി. പിന്നെ ഒന്ന് മണത്തു നോക്കി. പിന്നെ ഗാഠമായ ഒരു ചുംബനവും നൽകി. അവൾ അറിയുകയായിരുന്നു എത്ര വേഗമാണ് താൻ ഒരുവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അവൾ ബാൽക്കണിയിൽ ഇറങ്ങി അവന്റെ വീട് ലക്ഷ്യമാക്കി നോക്കി. ദേ നിൽക്കുന്ന നമ്മുടെ കക്ഷി പോത്തൂട്ടന്മാരുടെ നടുവിൽ നിന്ന് എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട്. കൈ മുകളിലേക്ക് ഉയർത്തുന്നു, താഴോട്ട് താഴ്ത്തുന്നു. ഇതിനനുസരിച്ച് പാവം പോത്തൂട്ടന്മാരും തലയാക്കുന്നുണ്ട്. കണ്ണകിക്ക് ചിരി അടക്കാനായില്ല. അവൾ പൊട്ടിച്ചിരിച്ചു പോയി. മുത്തുകൾ കിളിങ്ങുന്ന പോലെ അവൾ ചിരിച്ചു. അവൾ മുകളിൽ നിന്ന് അവനെ നോക്കി കൈവീശി കാണിച്ചു. എന്നാൽ അവനത് മൈൻഡ് ചെയ്യാതെ അകത്തേറിപ്പോയി. അവൾ മനസ്സിൽ പറഞ്ഞു, വീടില്ല എല്ലാവരും നിന്നെ. പിറ്റേന്ന് അച്ഛൻ്റെ അമ്മയുടെ അസ്ഥിത്തറയിൽ പോയിരുന്നു. അച്ഛനോട് അമ്മയോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മനസ്സിൽ തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച്. അവരുടെ സമ്മതം എന്നോണം ഒരു തെന്നൽ വന്ന് അവളെ തലോടി കടന്നു കളഞ്ഞു. ശേഷം അവൾ തൊടിയിൽ നിന്ന് ഓരോന്ന് നോക്കി വരികയായിരുന്നു. അപ്പോഴാണ് കർണൻ അവിടുന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്, അതെ അങ്ങോട്ടേക്കൊന്നും പോകലേ, പാമ്പൊക്കെയുള്ള സ്ഥലമാണ്. അവനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം വന്നെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൾ ഗമിൽ പറഞ്ഞു, അതിനെനിക്ക് പാമ്പിനെയൊന്നും പേടിയില്ല. ഞാൻ യു കെയിലാകുമ്പോൾ ഓരോ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഇതിനൊക്കെ എടുത്ത് എന്നെ തലയിൽ ഇട്ടിട്ടുണ്ട്, അറിയോ? അവൾ ഗമിൽ പറഞ്ഞു. ശരി മദാമേ, അവൻ പുച്ഛത്തോടെ പറഞ്ഞ് തിരിഞ്ഞിടന്നു. അവൾ വിളിച്ചു, വേണ്ട എന്നെ മോള് പോയിക്കോ. അവനും വിട്ടുകൊടുത്തില്ല. അവൾ ദേഷ്യത്തിൽ പിറുവിർത്തുകൊണ്ടുപോയതും പ്ലാവിൽ നിന്നൊരു ചുള്ളിക്കമ്പോന്ന് തറയിൽ വീണു. അയ്യോ അമ്മേ പാമ്പ്! അവളുടെ ആ വിളിയിൽ അവൻ പൊട്ടിച്ചിരിക്കാനുണ്ടായത്. അന്ന് രാത്രി കർണൻ ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു. അവന്റെ മനസ്സിൽ അന്ന് രംഗ ഓടി വന്നതായിരുന്നു. അവൻ എന്തിനാണ് അങ്ങനെ വന്നതായിരുന്നു? അവൻ പതർച്ചയോടെ എന്തിനായിരുന്നു അങ്ങനെ ഓടി വന്നത്? ഇനി അവനെങ്ങാനും മനഃപൂർവ്വം? ഏയ് ഇല്ല, അങ്ങനെ ആവില്ല. അവൻ തന്റെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം തറവാട്ടിലൊരു പഴയ കുളമുണ്ടെന്നും കുറച്ച് ഉള്ളിലാണെന്നും പറഞ്ഞ് അത് കാണിക്കാൻ കൊണ്ടുപോയതായിരുന്നു കണ്ണകിയെ രംഗയും സദാശിവനും. കുളത്തിന്റെ ആഴം കണ്ടു നിൽക്കുന്നവളെ ഒറ്റ തള്ളിയിൽ നിന്ന് രംഗ കുളത്തിലിട്ടു. ഇത് കണ്ട് ഞെട്ടിത്തിരിഞ്ഞോടിയ സദാശിവനെ രംഗ ഒരു തടിയെടുത്ത് തലക്കടിച്ചു. സദാശിവൻ ബോധരഹിതനായി കിടന്നു. രംഗ തറവാട് ലക്ഷ്യമാക്കി ഓടി. ഏമാനെ ഏമാനെ, നമ്മുടെ കുഞ്ഞു കുളത്തിൽ കാല് തെറ്റി വീണു. മുത്തശ്ശി വാവിട്ട് കരയാൻ തുടങ്ങി. ദൈവങ്ങളെ, എന്റെ കുട്ടിയെ കാത്തോളണേ. എല്ലാവരിലും ഞെട്ടൽ മാത്രമായിരുന്നു. എങ്കിലും അയാളിൽ മാത്രം ഒരു നിഗൂഢമായ ചിരി ഒളിച്ചു നിന്നു. എന്നാൽ അതിന് അത്രമേൽ ആയുസുണ്ടായില്ല. ഒരു ചവിട്ട് കെട്ടി രംഗം മുന്നോട്ട് വീണു.
അയാൾ പിടഞ്ഞുകൊണ്ട് നിലവിളിച്ചു. കർണൻ അലറി, പറയടാ, നീ ആർക്കു വേണ്ടിയാ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? രംഗൊന്നും മിണ്ടിയില്ല. അവന്റെ രണ്ടാമത്തെ അവൻ സത്യം തുറന്നു പറഞ്ഞു. ഞാൻ പറയാമേ, ഈ നിൽക്കുന്ന കേശവനെമാ പറഞ്ഞിട്ടാണ്. അയാൾ നടന്നതിൽ അവിടെ പറഞ്ഞു. കർണൻ പറഞ്ഞു, അന്ന് നീ ദാവണി കത്തിച്ച് ഓടിയപ്പോഴേ ഞാൻ നിന്നെ ശ്രദ്ധിച്ച. പിന്നെ നിന്റെ ഓരോ നീക്കവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ പുറകെ ഞാൻ വന്ന്. കർണൻ പറഞ്ഞു. നങ്ങിയേലി മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങലിച്ച് നിന്നുപോയി. അയാൾ കുറ്റസമ്മതം നടത്തിയപ്പോൾ തീർത്തും വിശ്വസിക്കാനാവാതെ അവൾ കടന്നു വന്നു. ശരീരം മുഴുവൻ തണുത്ത വെള്ളത്തിൽ വീണതിനാൽ അവൾ വിറക്കുന്നുണ്ട്. എന്നാൽ അവൾ ചെറിയച്ഛൻ്റെ മുമ്പിൽ വന്നു. സത്യാണോ? എന്തിനു വേണ്ടിയായിരുന്നു? എൻ്റെ അച്ഛനായിട്ടല്ലേ ഞാൻ കണ്ടത്? അവളുടെ കണ്ടമിടറി. അയാൾ പരിസരബോധം നഷ്ടപ്പെട്ടവനെ പോലെ അലറി. നിന്റെ അച്ഛൻ എന്നെ ഒന്നിനും കൊള്ളാത്തവനായിട്ടാ കണ്ടത്. അയാൾക്ക് അടിമപ്പണി ചെയ്ത് ഞാൻ മടുത്തു. അതുകൊണ്ടാ ഞാൻ അയാളെ പരലോകത്തേക്ക് പറഞ്ഞയച്ച്. എനിക്ക് പറ്റിയൊരു അബദ്ധാ നീ. നിന്നെ കൂടെ അങ്ങ് തീർക്കാൻ നോക്കിയതാ ഞാൻ. പക്ഷെ വിധി അതൊന്നും നടന്നില്ല. അതുകൊണ്ട് മാത്രാടി നീ എൻ്റെ മുമ്പിൽ വന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. അയാളുടെ കണ്ണിൽ പക നിഴലിച്ചു. ആ മതി, താനിനി കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. ബാക്കി താനെന്താ ഈ നിൽക്കുന്ന സാറന്മാരോട് പറഞ്ഞാൽ മതി. പോലീസിനെ കണ്ടപാടെ അയാൾ നിന്ന് പതുങ്ങി. മോളെ കണ്ണകി, ചെറിയച്ഛൻ അറിയാതെ ചെയ്തതാണ്. എന്നോട് നീ പൊറുക്കില്ലേ? അയാൾ അവിടെ കാൽ വീണ് തൊഴുതുകൊണ്ട് പറഞ്ഞു. അയാൾ കാൽ പിടിക്കാൻ വന്നപ്പോൾ കാൽ മാറ്റിക്കൊണ്ട് ഇൻസ്പെക്ടറിനോട് പറഞ്ഞു. സർ, ഇയാൾ കൊണ്ടുപോകും. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദി ഇയാളാണ്. പോരാത്തിന് ഈ രംഗനെ 2 തവണ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തി. പോലീസ് അവരെ രണ്ടുപേരെയും ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. അപ്പോഴും അവളുടെ മേൽ കൊലവെറിയോടെയായിരുന്നു അയാളുടെ നോട്ടം. കേശവൻ നായർ പറഞ്ഞു. ഞാൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിന്നെ ഈ ഭൂമിയിൽ തന്നെ ഞാൻ ഇല്ലാതാക്കും. അയാൾ മുരണ്ടുകൊണ്ട് പറഞ്ഞു. തറവാടിൽ പിന്നെ ഒരു നിമിഷം കൂടി നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. അവിടെയുള്ളവരാരും തൻ്റേതല്ലെന്ന് അവൾക്ക് തോന്നിപ്പോയി. അവിടെ നിന്നും തൻ്റെ സ്യൂട്ട് കേസുമായി അവൾ പടിയിറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ 100 ചിന്തകളായിരുന്നു. താനിനി എവിടെ പോകും? തനിക്കിനി ആരാണുള്ളത്? കാറെടുത്ത് എയർപോർട്ട് ലക്ഷ്യമാക്കി പോവുകയായിരുന്നു. കുറച്ച് ദൂരം പോയപ്പോഴതാ റോഡിൽ നിറയെ പോത്തുകൾ ലക്ഷ്യമില്ലാതെ നിൽക്കുന്നു. അവൾ നീട്ടി ഹോണടിച്ചു. കർണൻ വാഗൊണ്ടുണ്ടാക്കിയ ഒച്ചയിൽ അവൾ മാറിപ്പോയി. കർണൻ ഒരു കമ്പ് കൊണ്ടൊരു മണ്ണുതിട്ടയിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ നിറഞ്ഞു വന്നു. അവൾ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. ഏയ് മദാമേ, എങ്ങോട്ടാ? അവൾ കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടിയില്ല. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു. എയർപോർട്ടിലേക്ക്. അവൾ ഇപ്പോൾ പെയ്യും എന്ന പോലെ കുനിഞ്ഞു നിന്നു. പോവാണോ? അവൾ മൂക്ക് വിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെന്താണ് പെട്ടെന്നൊരു പോക്ക്? ഞാനിവിടെ വന്ന ഒരുപാട് പ്രതീക്ഷകളോടെയാണ്. എൻ്റെ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് കരുതി. പക്ഷെ അല്ലെന്നൽപ്പം മുമ്പ് എനിക്ക് മനസ്സിലായി. എന്നാലും വർഷങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സ് തേടിക്കൊണ്ടിരുന്ന ഉത്തരം എനിക്കിന്ന് അറിയാൻ കഴിഞ്ഞു. അതിലെനിക്ക് സന്തോഷമുണ്ട്. അവൾ പറഞ്ഞു നിർത്തി. തനിക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞു? എൻ്റെ കൂടെ വാ. അവിടെ ഒരാൾ തന്നെയും കാത്തിരിപ്പുണ്ട്. പടിയടച്ച് പിണ്ടം വെച്ചു എന്നേ ഉള്ളൂ. എൻ്റെ അമ്മയും നിന്റെ അമ്മായി തന്നെയാണ്. വാ എൻ്റെ കൂടെ. അവൻ അവളെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. കർണൻ്റെ അമ്മ അവിടെ ആർക്കു വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. അവരവൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. തറവാട്ടിൽ നിന്നും പലരും വന്ന് തന്നെ തിരികെ വിളിക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് പോവാൻ മനസ്സ് വന്നതേയില്ല. അവൾ അവൻ്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം അവനെല്ലാവരുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു. തിരികെ UK പോകുന്നില്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നില്ലേ? അവൻ മാറ്റമൊന്നുമില്ലാതെ ചോദിച്ചു. അത് അവൾക്ക് സങ്കടം ഉണ്ടാക്കി. അവൾ വേദനയോടെ പറഞ്ഞു. ഉടനെ പോകണം. എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചോളൂ. അതും പറഞ്ഞവൻ പോത്തുട്ടന്മാരുടെ അടുത്തേക്ക് പോയി. അവൾ വന്നിട്ട് അത്രയും ദിവസമായിട്ടും അവൻ്റെ മുറിയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും അവൾക്ക് അതിനുള്ള അവസരം കിട്ടി. അവൾ അവൻ്റെ മുറിയിൽ ലോക്കുറന്നപ്പോൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. അവൻ തന്നെ തീ പിടിച്ച ദാവണിയുടെ ഒരു ഭാഗം അവൻ്റെ ചുമരിൽ നല്ല ഭംഗിയിൽ ആണിയടിച്ചു വെച്ചിരിക്കുന്നു. കൂടാതെ താനെന്ന് വെച്ച മുല്ലപ്പൂവും. അവൻ്റെ ഡയറി എടുത്ത് അവളൊന്ന് മറിച്ചു നോക്കി. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു. ദീപപ്രഭയാൽ കണ്ടു ഞാനൊരുവളെ. അവളുടെ കണ്ണിലോ ഉണ്ട് താനും ഈ മഹാഗോളത്തെ മൊത്തം ചുട്ടിരിക്കാനുള്ള അഗ്നി. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അന്ന് രാത്രി കർണൻ വന്നപ്പോൾ വാതിൽ തുറന്നിടത്ത് കണ്ണകിയായിരുന്നു. അവൾ നേരിയതിൻ്റെ സാരിയായിരുന്നു ധരിച്ചിരുന്നത്. വാതിൽ തുറന്ന് അവൾ അവനൊരു മാത്രം നോക്കി നിന്നുപോയി. തിരികെ സ്വഭാവത്തിലേക്ക് വന്നവിടെ അവൻ ഗൗരവത്തോട് ചോദിച്ചു. അമ്മയുടെ ഇയാളെന്ത് ഉറങ്ങിയില്ലേ? അതും പറഞ്ഞ് അവൻ അകത്ത് കയറി. തനിക്ക് എന്നെ ഒന്ന് നോക്കിയാലെന്താ? അവൾ നിരാശയോട് ചോദിച്ചു. എന്താ ഇപ്പോൾ വിശേഷിച്ച്? താൻ എന്നെ ഒന്ന് ശരിക്കും നോക്കി. അവൻ താല്പര്യമില്ലാതെ അവളൊന്ന് ഒഴിഞ്ഞു നോക്കിയ ശേഷം എന്താ ഇപ്പോൾ വിശേഷിച്ച്? എനിക്കൊന്നും തോന്നിയില്ലല്ലോ. തൻ്റെ അടുത്തൊക്കെ ഈ സാരി കൊടുത്ത അഭിപ്രായം ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൾ മുഖം കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവനുള്ളിൽ നുരഞ്ഞു പൊന്തിയ ചിരിയോടെ തൻ്റെ മുറിയിലേക്കും പോയി. തൻ്റെ മുറിയിൽ നിന്ന് അവിടെ ധാവണി എടുത്ത് അവൻ മെല്ലെ തടവുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ അനുവാദം കൂടി ചോദിക്കാതെ അകത്തേക്ക് കയറി വന്നു. തൻ്റെ കള്ളി പൊളിഞ്ഞോ എന്ന ചിന്തയിൽ അവൻ അവിടെ കത്തിയ ധാവണി മറച്ചു പിടിച്ച് ദേഷ്യത്തോട് ചോദിച്ചു.
എന്താണ് ഇത്? തനിക്ക് തീരെ മാനേഴ്സില്ലേ? ഇങ്ങനെയാണോ ഒരാളുടെ മുറിയിലേക്ക് കയറി വരുന്നത്? എനിക്കൊരു സംശയം. എന്താ അത്? ഇയാൾ കവിത എഴുതുവോ? കവിതയോ? അവൾ അവൻ്റെ ഡയറി എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഇയാൾക്ക് കപ്പ് വല്ലതും കിട്ടിയോ? ആരെക്കുറിച്ചാ ഈ കവിതയിൽ ബെല്ലാരിക്കുട്ടി പറയുന്നത്? അവൻ അവളുടെ കയ്യിൽ നിന്ന് ഡയറി പിടിച്ചു വാങ്ങി. ഇയാൾ പോയെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ശരി, ഞാൻ പോയേക്കാം. എന്തിനാ എൻ്റെ കത്തിപ്പോയ ധാവണിയും എൻ്റെ തലയിൽ നിന്ന് ഊർന്നു വീണ ഈ വാടി മുല്ലപ്പൂവിനും ബെല്ലാരിയുടെ മുന്നിൽ സ്ഥാനം? പെട്ടെന്നുള്ള അവളുടെ വാക്കുകളുടെ മുമ്പിൽ അവനൊന്നും പറയാനായില്ല. ബെല്ലാരിക്ക് എന്നെ ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമില്ല, അവൻ പറഞ്ഞൊപ്പിച്ചു. നോക്ക് ബെല്ലാരി, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ UK ഗേൾസ് ചെയ്യുന്നൊരു മുറയുണ്ട്. അത് ബെല്ലാരിക്ക് കാണണം. അവൻ എന്താണെന്നുള്ള ഭാഗത്തിൽ അവളെ നോക്കി. അമ്മേ, അമ്മേ അവൾ വിളിച്ചു. അമ്മ ഉറക്കത്തിലായിരിക്കും. ഇയാൾക്ക് എന്താ വേണ്ടത്? ഞാൻ എടുത്തുതരാം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പം അമ്മ എടുത്തില്ല, അതാ കാര്യം. ഓക്കെ. അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ചുമരിൽ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിർത്തി. കർണൻ മിഴിഞ്ഞ് നിന്നുപോയി. അവൾ നല്ലൊരു കിസ് നൽകി. അവൾ എന്നെ താഴ്ചുണ്ടി കടിച്ചു മുറിച്ചു. അവനൊന്ന് പിടഞ്ഞു. ഒച്ചേക്കരുത്, അമ്മ കേൾക്കും. അവളുടെ മുടിയിൽ നിന്നും അമിച്ചുകൊണ്ടിരുന്ന ഗന്ധവും അവളുടെ സാമീപ്യവും അവൻ അവളിലേക്ക് അടുപ്പിച്ചു. അവളുടെ ചുംബനത്തിന് അവൻ അവളുടെ ചുണ്ടുകളെ കാട്ടമായി നുകർന്നു. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവർ ഇരുവരും ശ്വാസം എടുത്തുകൊണ്ട് പിന്മാറി. ഇനി പറ, ഞാൻ പോണോ? എന്നെ ഇഷ്ടമല്ലേ ബെല്ലാരിക്ക്? അവൾ ചോദിച്ചു. അവൻ വേണ്ട എന്ന് പറഞ്ഞ് മേളിലെ അവളെ പുണർന്നു. നിന്നെ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ കയറിയവളാ നീ. ഇഷ്ടമാണ് ഒരുപാട്. പക്ഷേ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ കണ്ണയ്ക്ക്? അവൾ അവൻ്റെ ചുണ്ടിൽ പൊടിഞ്ഞ ചോര തൻ്റെ കൈയാൽ തുടച്ചു കൊടുത്തു. എന്നിട്ട് അവൾ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമാണ് അതിനുള്ള യോഗ്യത. അതും പറഞ്ഞ് അവൾ ഓടിപ്പോയി. പിറ്റേ ദിവസം അവൾ കണ്ടത് അവളെ കൂട്ടാൻ UK നിന്ന് വരുന്ന അമ്മമ്മയായിരുന്നു. മോളെ കണ്ണകി, മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ അമ്മമ്മ വന്ന്, നമുക്ക് ഉടനെ പോകണം. അമ്മമ്മയെ, ഞാനിപ്പോൾ വരുന്നില്ല. മോളെ, നീ ഇവിടെ നിൽക്കുന്ന അത്ര നന്നല്ല. നിന്റെ അച്ഛൻ കൂട്ടിനെ നിന്നെ ഏത് വിധത്തിൽ അപകടപ്പെടുത്തും. ഉറപ്പാ. എൻ്റെ മോള് വാ, നമുക്ക് പോവാം. കാരണം വന്നപ്പോൾ എല്ലാവരും മോഹമായിരുന്നു. എന്താ ഉണ്ടായത്? മോനെ, അത് കണ്ണകി പോവാന്ന്. പോട്ടെ അമ്മേ, അവിടെ അമ്മയുടെ കൂടെ അല്ലേ? അല്ലേ കണ്ണകി? അവളൊന്നും ഇണ്ടാ പോത്തുട്ടന്മാരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവനവിടെ നിന്നു. ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഇല്ല എന്നവൻ തലയാട്ടിക്കൊണ്ട് നിഷ്കുഭാവിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ തനിക്ക് എന്നോട് പോണ്ടെന്ന് പറഞ്ഞൂടെ? ഞാൻ ബെല്ലാരിയെ വിട്ടിട്ട് എങ്ങോട്ടും പോയില്ലായിരുന്നല്ലോ. കണ്ണകി, ഞാൻ നിന്നെ എന്തിൻ്റെ വില അവിടെ നിർത്തുന്നത്? എൻ്റെ പിതൃത്വം നിനക്കൊരു പ്രശ്നമില്ലെങ്കിൽ എനിക്ക് നിന്നെ സ്വീകരിക്കാൻ ഒരു മടിയില്ല. നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് അറിഞ്ഞുകൊണ്ട് അവനെ പൊണുന്നു. അവരുടെ പ്രണയത്തെ കണ്ടുകൊണ്ട് രണ്ടമ്മമാരും ദൂരെ നിന്ന് സന്തോഷത്തോടെ കണ്ണു നനയിച്ചു. വർഷങ്ങൾക്ക് ശേഷം, ഓയ് ബെല്ലാരി, എന്താടി വേണ്ട പിള്ളേ, നിങ്ങൾ അവിടെ എന്തെടുക്കാൻ മനുഷ്യ? എടി, നമ്മളെ പോത്തുട്ടന്മാരുടെ അടുത്ത് ലവ് സ്റ്റോറി പറയായിരുന്നു. ബെസ്റ്റ്. വർഷം 2 നിങ്ങളിത് പറഞ്ഞു തീർത്തില്ലേ? അതെനിക്കങ്ങനെ പറഞ്ഞാൽ തീരുന്ന ഒന്നാണ് എൻ്റെ മതാമക്കുട്ടി. അവൻ കുറുമ്പോട് അവളുടെ മൂക്കിൽ തൊട്ട്. അവൾ അവനെ കളിയാക്കിക്കൊണ്ട് അകത്തേക്ക് ഓടി. അവൻ പിന്നാലെ. അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്രമേൽ ആഴത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു.